ഹിന്ദുരാഷ്ട്രം ആകുക എന്നുള്ളത് ഈ രാജ്യം ഹിന്ദുരാഷ്ട്രമായി പ്രഖ്യാപിക്കുക എന്നുള്ളതല്ല. എല്ലാ ഹിന്ദുക്കളും RSSകാരോ BJPക്കാരോ ആയി മാറുക എന്നുള്ളതുമല്ല. പകരം എല്ലാവരും സനാതന മൂല്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുൻപോട്ട് താൻ ഹിന്ദുവാണെന്ന അഭിമാനത്തോടെ പറഞ്ഞുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു രാജ്യം, അത് തന്നെയാണ് ഹിന്ദുരാഷ്ട്രം എന്ന് പറയുന്നത്. ഏറെക്കുറെ ഇന്ത്യ ഒരു ഹിന്ദുരാഷ്ട്രമായി തന്നെ നിൽക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അത്തരത്തിൽ നോക്കുമ്പോൾ. ഇനി ഈ ജനുവരി 22-ന് ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന, ലോകത്തെമ്പാടുമുള്ള ഹൈന്ദവ വിശ്വാസികൾ വലിയ ആഘോഷമാക്കി മാറ്റുന്ന ഈ ശ്രീരാമൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ്, ആ ചടങ്ങ് ബഹിഷ്കരിച്ചത് കോൺഗ്രസ്സാണ്. ആ കോൺഗ്രസ് ബഹിഷ്കരിച്ചത് ഒരുപാട് എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വാർത്ത, ആ ദിവസം ജനുവരി 22-ന് രാഹുൽ ഗാന്ധി ആസാമിലെ കാമ്യാഖ്യ ക്ഷേത്രത്തിൽ എത്തും. അവിടുത്തെ ചടങ്ങുകളിൽ പങ്കെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ മമതാ ബാനർജി ബംഗാളിലെ കാളിഘട്ട് ക്ഷേത്രം സന്ദർശിക്കും ജനുവരി 22-ന്. ഉദ്ധവ് താക്കറെ ജനുവരി 22-ന് മഹാരാഷ്ട്രയിൽ മഹാ ആരതിക്കും ആഹ്വാനം നൽകിയിട്ടുണ്ട്. അതായത് വിഘടിച്ച് നിൽക്കുന്നവരാണ് എങ്കിൽ പോലും ആ ദിവസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി തന്നെ ആ ഒരു ചടങ്ങിനോട് അനുബന്ധിച്ച് തന്നെ ക്ഷേത്രങ്ങളിൽ പൂജയും മറ്റ് വഴിപാടുകളുമായി തന്നെ കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും ഉദ്ധവ് താക്കറയുടെ ശിവസേനയുമൊക്കെ രംഗത്തെത്തുമ്പോൾ അത് ഒരു ഏകീകൃതമായ ഒരു ഹിന്ദുത്വത്തിലേക്കുള്ള പോക്കാണ് എന്ന് തന്നെ പറയേണ്ടി വരും. രാഷ്ട്രീയപരമായ എതിർപ്പുണ്ടാകും. ഏതായാലും അയോധ്യയിലെ ക്ഷേത്രം BJPയുടെയോ RSSൻ്റെയോ അല്ല, ഹൈന്ദവ വിശ്വാസികളുടേതാണ്. ആ ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ ലോകമെമ്പാടും, ഇല്ലെങ്കിൽ സാധാരണക്കാർ പോലും വീടുകളിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥനയോട് ഇരിക്കുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കാൻ രാഹുൽ ഗാന്ധിക്കും മമതയ്ക്കും ഉദ്ധവിനും കഴിയില്ല. ഇതൊരു രാഷ്ട്രീയ നാടകമായിരിക്കാം എങ്കിൽ പോലും ആ ദിവസം അവർ ഈ 3 ക്ഷേത്രങ്ങളിൽ സന്ദർശിക്കുന്നു. ആസാമിൽ രാഹുൽ ഗാന്ധി, ബംഗാളിൽ മമത, മഹാരാഷ്ട്രയിൽ ഉദ്ധവ്. ഏതായാലും 3 പേരും ആ ദിനം ആഘോഷപൂർവ്വം ആഘോഷിക്കുന്നു. ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമായിരിക്കുന്നു, ഹിന്ദുവിനെ മറന്ന് മുൻപോട്ട് പോകാൻ കഴിയില്ല എന്നൊരു തിരിച്ചറിവാകാം. ഏതായാലും അതിനെ അത്തരത്തിൽ കാണേണ്ടതില്ല. പകരം ഒരു പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുമ്പോൾ, ലോകം ശ്രദ്ധിക്കുന്ന ചടങ്ങ് നടക്കുമ്പോൾ, ഹൈന്ദവ വിശ്വാസികളുടെ ഏറ്റവും വലിയ ചടങ്ങ് നടക്കുമ്പോൾ അതിനോടൊപ്പം നിൽക്കാൻ ഇവർ കാണിച്ച സന്മനസ്സിന് ഒരു സല്യൂട്ട് നൽകേണ്ടതാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.